Good morning, guys. So today we'll be starting with the chapter EM waves. സോറി, ശബ്ദം ശരിയല്ല. തുടക്കം തന്നെ ഒരു ഇംഗ്ലീഷിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി EM വേവ്സ് എന്ന് പറഞ്ഞ സാധനം CBSEയിലെ ടോപ്പിക്കിലും നീറ്റിൻ്റെ ടോപ്പിക്കിലും വരുന്നതാണ്, റൈറ്റ്. EM വേവ്സ് എന്ന് പ്രത്യേകിച്ച് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ആക്കിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് ചെറിയ ചാപ്റ്റർ അത്. അതിൽ നിന്ന് പ്രത്യേകിച്ച് CBSEയിലും വലിയ കാര്യമായിട്ട് വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമില്ല. നീറ്റിൽ നിന്നായാലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പുഷ്പമാരി പഠിച്ചെടുക്കാവുന്നതാണ്, കേട്ടല്ലോ. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നോക്കുക, 19 പേജുള്ള ചാപ്റ്ററിൽ. അപ്പോൾ ഇത് ആദ്യമേ നോക്കി വയ്ക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് പിന്നെ ഇപ്പോൾ നോക്കി പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് പരീക്ഷയുടെ സമയത്തൊന്ന് ഓടിച്ച് നോക്കിയാൽ മതി, കേട്ടല്ലോ. ഇത്രയും മനസ്സിലായില്ല. ഇനി ഈ EM വേവ്സ് എന്ന് പറഞ്ഞ സംഭവം ഒരാൾ ചോദിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കാര്യങ്ങൾ കൂടിയിട്ടുള്ളതാണ്. എന്താ, ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും അല്ലേ, EM. അപ്പോൾ ഇലക്ട്രിക് വേവ്സും ഉണ്ട്, മാഗ്നറ്റിക് വേവ്സും ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേവ് ഫോമും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേവ് ഫോമും കൂടിയിട്ടുള്ളതാണ് EM വേവ്സ്. ഇതാണ് നിങ്ങൾ സാധാരണ രീതിയിൽ പേര് കേട്ടാൽ പറയാം. ഇത്രയും മനസ്സിലായ. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് വേവ്സൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇക്വേഷനൊക്കെ +1 ബേസ് ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആകെ കുറച്ച് ഇക്വേഷനേ ഉള്ളൂ. ഇനി EM വേവ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനമാണ്. ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാധനം കാണുക. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കുറച്ച് സെക്ഷൻ, അതായത് AC, EM വേവ്സ്, ഇത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക്സ്, ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. അപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും നിങ്ങൾ കാണാത്ത കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇത് ലൈറ്റ് അല്ലേ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്, റൈറ്റ്, അതെന്താ EM വേവ് ആണ്, റൈറ്റ്. വിസിബിൾ ലൈറ്റ്, റൈറ്റ്, ഇസ് എ EM വേവ്, ക്ലിയർ. ഇനി അതുമാതിരി വേറെ ഇപ്പോൾ ഇതൊരു വിമാനം വിചാരിക്കട്ടാ. ഈ വിമാനം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് എവിടേക്കാണ് റൂട്ട് പോകേണ്ടത് എന്നൊക്കെ അതിനിപ്പോൾ ഉള്ളിലുള്ള പൈലറ്റിനെല്ലാം അറിയുമോ? ഇല്ല. ആകാശം എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് എടുക്കുകയല്ലേ. അപ്പോൾ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ടാവും അല്ലേ, ടെക്നീഷ്യൻസ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും, റൈറ്റ്. അവർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ EM വേവ്സിൻ്റെ കുറച്ചും കൂടി ട്രാൻസ്മിറ്റേഴ്സ് വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്മിറ്റേഴ്സ് EM വേവ്സിലൂടെയാണ് ട്രാവൽ ചെയ്യണം അല്ലേ, സിഗ്നൽസ്. അപ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽസ് പോകുമ്പോൾ അവിടെ കിട്ടണം അല്ലേ. അപ്പോൾ നമ്മളതുകൊണ്ട് വിമാനത്തിലിരിക്കുന്ന ആൾക്കാരോട് മൊബൈൽ ഓഫ് ചെയ്യാൻ പറയും. എന്തുകൊണ്ടാണ്? അവിടെ ആ മൊബൈൽ കൂടെയും വരുന്നത് EM വേവ്സ് അല്ലേ. അപ്പോൾ നോയ്സായിട്ട് ഈ വരുന്ന സിഗ്നൽസിന് ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EM വേവ്സ് പ്യുവർലി ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ഓൺലി ബിറ്റ്വീൻ ദ അവർ ഫ്ലൈറ്റ് ആൻഡ് എൻജിനീയേഴ്സ്. പിന്നെ യൂട്യൂബിൽ നിന്ന് അവിടെ എഴുതിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അവിടെ ആപ്ലിക്കേഷനൊക്കെ ഞാൻ അവിടെ എഴുതിയിടുന്നതാണ്, കേട്ടല്ല, റൈറ്റ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കാണുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യണ മൊബൈൽ അല്ലേ, മൊബൈൽ ഇതാ EM വേവ്സ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കി, ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂടെ പറയണത്, ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ട്രെയിനിൽ 2 വിമാനം വന്നു വെച്ചാൽ ഒരാളും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നല്ല സുന്ദരമായിട്ട് 2 പേർക്കും, അതായത് 2 പൈലറ്റുമാർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല ട്രാക്ക്. റെയിൽ പാലന്മാരിയല്ലല്ലോ, ജസ്റ്റ് സ്കൈ. അപ്പോൾ എന്തായിരിക്കും, 2 എണ്ണം കൂട്ടിയടിച്ചിട്ട് എത്ര എണ്ണം പണ്ടൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് അറിയോ, റൈറ്റ്. ബിക്കോസ് അവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ എററായിട്ടാണ് അത് കൂട്ടുക. കമ്മ്യൂണിക്കേഷൻ എറർ വരും, ഡിഷും 2 വിമാനത്തിൻ്റെ ആൾക്കാരും മരിച്ചു, കേട്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടതാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഒരു 2 വിമാനം കൂട്ടിയടിച്ചതിൻ്റെ പറഞ്ഞു എന്നുള്ളൂ, കേട്ടോ. എൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്ക് വർത്താനൊക്കെ പറയും, കേട്ടോ. അപ്പോൾ EM വേവ്സിൻ്റെ കേസസ് പറയുന്നതനുസരിച്ച് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ അറിയണം. കുറച്ചും കൂടി ഡീറ്റെയിൽസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ EM വേവ്സിൻ്റെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം അല്ലേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയണത് വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ യു ഗൈസ് ക്യാൻ ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ബൈ ഹാർട്ട്, റൈറ്റ്. ഇനി EM വേവ്സിൻ്റെ വേറെ യൂസസ് ഓർത്ത് വന്നപ്പോൾ അങ്ങനെ പറയണമെന്നാണ്. നിങ്ങൾ വേറെ ഇപ്പോൾ സബ്മറൈൻസിൻ്റെ കേസൊക്കെ ഉണ്ടല്ലേ. സബ്മറൈൻസിലൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും, അതിൻ്റെ പൊസിഷനൊക്കെ അറിയാൻ വേണ്ടി അല്ലേ. സബ്മറൈൻസിന് എപ്പോഴും ഒരു കുഴലിട്ടിട്ട് മുകളിലേക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ സിഗ്നൽ ട്രാൻസ്മിഷൻസ് അങ്ങനെയാണ്. പിന്നെ അത് IR റേഡിയേഷൻസ് കേട്ടിട്ടുണ്ടാവും, ഇൻഫ്രാറെഡ് റേഡിയേഷൻ നമ്മുടെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പണ്ടത്തെ മൊബൈലിൽ ഇൻഫ്രാറെഡ് വെച്ചിട്ടാണ് ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്,
റൈറ്റ്, ഒരു മൊബൈലിൽ നിന്ന് വേറെ മൊബൈലിലേക്ക്. അതേമാതിരി റിമോട്ട്, ഞാൻ പറഞ്ഞ പോലെ റിമോട്ട് സിഗ്നൽ IR റേഡിയേഷൻസ് ആണ്. റൈറ്റ്, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നു അല്ലേ. IR റേഡിയേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഹൾക്ക് കണ്ടിട്ടുള്ള സിനിമ സീരിയല് ഗാമ റേസ് എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. എക്സ്റേസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണാനല്ലേ. പക്ഷെ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതായത് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളൊരു വേവാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ക്ലിയർ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനത് എഴുതുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾഡ് വേവ് ഫോമാണ് അല്ലേ. ഇറ്റ് ഈസ് എ കപ്പിൾഡ് ടൈം വേരിയിങ് ഈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കപ്പിൾ ടൈം വേരി എന്ന് പറഞ്ഞ സമയത്തിനനുസരിച്ച് മാറുന്നത്. ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ഇൻ സ്പേസ്, റൈറ്റ്, ഇൻ വേവ് ഫോം, റൈറ്റ്. അതായത് കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ജോയിൻ ആയിട്ടിരിക്കുന്ന ടൈമിൽ ചേരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡുമാണത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നീങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ വേവ് ഫോം വരയ്ക്കണം, ശരിയാവുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യാണ്. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് തോന്നുന്നുണ്ടോ? റൈറ്റ്, ഇത് നോക്കി, ഇത് ഇലക്ട്രിക് ഫീൽഡാണ് നോക്ക്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആവുന്നില്ലല്ലോ. രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം തിയററ്റിക്കലി. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യും, ഞാനൊന്ന് വേറെ സൈറ്റിൽ നിന്ന് കൊണ്ടുവരാം, അതായിരിക്കും നല്ലത്. വെയിറ്റ്, അത് നല്ല ഭംഗിയുള്ള പടമായിരിക്കും കേട്ടോ. എന്താ ബ്ലൂ കളർ വെച്ചിട്ടില്ലേ, അത് ഇലക്ട്രിക് ഫീൽഡാണ് കേട്ടോ. ആ വേവ്, റൈറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ട താഴെ എൻലാർജ് ചെയ്യണോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. എൻലാർജ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം, റൈറ്റ്. അതിൻ്റെ അടിയിൽ റൈറ്റ് റെഡ് കളറിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഐ ക്യാൻ സേ നമ്മുടെ Y ഡിറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്, എക്സ് ഡിറക്ഷനിൽ അല്ല എക്സ് അല്ല Z ഡയറക്ഷനിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, സോറി Y ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ്, then in Z direction it is magnetic field, and K എന്ന് പറഞ്ഞ ഡയറക്ഷൻ ഈസ് പ്രൊപ്പഗേഷൻ, വേവ് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷനാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ വേവ്സൊക്കെ കിടന്ന് പഠിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സെക്ഷനാണ് മാക്സ്വെൽസ് എക്സ്പെരിമെൻറ്റ്, റൈറ്റ്. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ്വെലാണ്. അയാൾ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത്. എന്തോട് റെഡ് കളർ, എൻ്റെ കൈ നീങ്ങിയിട്ട് വന്നതാ, മൈൻഡ് ചെയ്യണ്ട. മാക്സ്വെൽസ് എക്സ്പെരിമെൻറ്റ്, അതായത് മാക്സ്വെൽ ഒരു എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ക്യാൻ കോ എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് കോ എക്സിസ്റ്റഡ് വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇദ്ദേഹം ഇത് പ്രൂവ് ചെയ്യാൻ അത് യൂസ് ചെയ്തത് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ ആണ്. അതായത് ഇദ്ദേഹം പറഞ്ഞത് ആംപിയർ സർക്യൂട്ടൽ ലോ പൂർണ്ണമായും ശരിയല്ല എന്ന്, അല്ലേ. അതായത് ആംപിയർ സർക്യൂട്ടൽ ലോയിൽ ഫുൾ ശരിയല്ല, കുറച്ച് തെറ്റുണ്ട്. അതായത് ചില സമയത്ത് ഇറ്റ് ഈസ് ട്രൂ, സംടൈംസ് ഇറ്റ് ഈസ് റോങ്. അപ്പോൾ ഹീ ഫൗണ്ട് ദാറ്റ് ദ ആംപിയർ സർക്യൂട്ടൽ ലോ ഈസ് ഹാവിങ് സം ഇൻകൺസിസ്റ്റൻസി. ക്ലിയർ ആവുണ്ട്? ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ, എല്ലായ്പ്പോഴും ട്രൂ അല്ല എന്ന്, അതാണ് എൻ്റെ അർത്ഥം കേട്ടോ. സോ ആംപിയർ സർക്യൂട്ടൽ ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉള്ളതാണ്. നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ച, നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചാണ് കേട്ടോ. ആംപിയർ സർക്യൂട്ടൽ ലോ ഇതിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് കാണപ്പെടാതിരിക്കണം, റൈറ്റ്. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ക്ലിയർ. ആ ഇൻകൺസിസ്റ്റൻസി എന്തുകൊണ്ട് വരുന്നത് അത് പ്രൂവ് ചെയ്യുന്നതാണ് അദ്ദേഹം. കുറച്ച് തിയററ്റിക്കലായിട്ടാണ് അദ്ദേഹം വാട്ട് ഹീ സെഡ് അബൌട്ട് ഇറ്റ്, ആൻഡ് ഹീ ഡിഡ് എക്സ്പെരിമെൻറ്റ്സ് ഓൾസോ, ക്ലിയർ. അപ്പോൾ എന്താണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ? വി ഹാവ് ലേൺഡ് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ക്ലോസ് ഇൻറ്റഗ്രൽ B.dl is equal to mu naught I എൻക്ലോസ്ഡ്, അതായത് കറണ്ട് എൻക്ലോസ്ഡ് ഇൻസൈഡ് ആംപീരിയൻ ലൂപ്പ്. ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉള്ളിൽ കൂടെ ഒഴുകുന്ന കറണ്ടാണ് കറണ്ട് എൻക്ലോസ് എന്ന് പറയുന്നത് ആംപിയർ സർക്യൂട്ടൽ ലോ. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ആംപിയർ സർക്യൂട്ടൽ ലോ ഇസ് സപ്പോർട്ടിങ് ബയോട്ട്-സവാർട്ട്സ് ലോ. അതായത് ബയോട്ട്-സവാർട്ട്സ് ലോനെ എളുപ്പമാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോ ആയിരുന്നു ആംപിയർ സർക്യൂട്ടൽ ലോ, അല്ലേ. അപ്പോൾ ബയോട്ട്-സവാർട്ട്സ് ലോ ഓർമ്മ ഉണ്ടെന്നായിരിക്കുന്നു ദൈവത്തിനറിയാം. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ, പരീക്ഷയ്ക്ക് വരുമ്പോൾ പുത്തകം അവർ ഇനി. അപ്പോൾ ആംപിയേഴ്സ് ലൂപ്പ് വേണം, അല്ലേ. എപ്പോഴും നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ ബേസ് ചെയ്യണത് ഒരു ആംപീരിയൻ ലൂപ്പ് വെച്ചിട്ടാണ്, റൈറ്റ്. ആംപീരിയൻ ലൂപ്പ് വെച്ചിട്ട് തന്നെയാണ് അങ്ങേര് ഈ നമ്മുടെ എന്താണ് ക്ലോസ് ഇൻറ്റഗ്രൽ B.dl എന്ന് പറയുന്നത്.
റൈറ്റ്. അപ്പോൾ ഈ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ കുറേ ഫ്ലോസ് വന്നിട്ടുണ്ടെന്നാണ് നമ്മളെ മാക്സ്വെൽ ചേട്ടൻ പറഞ്ഞത്. റൈറ്റ്. അങ്ങേര് അതിന് വേണ്ടിയിട്ട് നല്ല ഉഗ്രം നല്ല ഭംഗിയുള്ള ഒരു കപ്പാസിറ്ററാണ് യൂസ് ചെയ്തത്. റൈറ്റ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയണം കപ്പാസിറ്റർ എന്താ പ്രത്യേകത, അതിന് ആദ്യം സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി ചാർജ്ഡ് ആവും. റൈറ്റ്. ഇപ്പോൾ സപ്പോസ് ഈ സൈഡിൽ പ്ലസ്സും ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. കറണ്ട് ഒഴുകുന്നത് ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജസ് കൂടി. റൈറ്റ്. അപ്പം ഞാൻ അവിടെ ഒരു പോയിൻ്റ് പി എന്ന് കൺസിഡർ ചെയ്യാണ്. ആ പീൻ്റെ അവിടെ ഉള്ള കറണ്ട് ഫ്ലോ ഒക്കെയാണ് ആര് നോക്കാൻ പോകണം, നമ്മുടെ ആംപിയർ ചേട്ടൻ നോക്കാൻ പോണത്. അങ്ങനെ 3 കണ്ടീഷൻസ് അങ്ങേരെ എടുക്കും. അതിന് 3 ടൈപ്പ് ഓഫ് ആംപീരിയൻ ലൂപ്പും അദ്ദേഹം എടുക്കാൻ തീരുമാനിച്ചു. ക്ലിയർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മുടെ ആംപീരിയൻ ലൂപ്പ് പ്രകാരം ഇങ്ങനെ വരണമായിരുന്നു, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ മ്യൂ നോട്ട് ഐ അല്ലേ. അപ്പോൾ മ്യൂ നോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വരുന്ന കറണ്ട് ഇൻറ്റു പെർമിറ്റിവിറ്റി അല്ലേ. റൈറ്റ്. അപ്പോൾ ആംപീരിയൻ ലൂപ്പ് വട്ടം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആവണമെന്നേ ഉള്ളൂ കേട്ടോ. അത് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല കേട്ടോ. റൈറ്റ്. അതാണ് നമ്മൾ ആംപിയർ ചേട്ടൻ പറഞ്ഞത്. ഇനി നമ്മൾ മാക്സ്വെൽ ചേട്ടനെ എടുത്ത കപ്പാസിറ്ററിലേക്ക് പോവാം. റൈറ്റ്. പോസിറ്റീവ് ചാർജ് വന്നു, നെഗറ്റീവ് ചാർജ് വെച്ചു. ഇനി ഇവിടെയാണ് പോയിൻ്റ് പി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ട മതി തോന്നുന്നില്ലെങ്കിൽ. ഇനി ഈ പിയിൽ ഞാൻ ഒരു ആംപീരിയൻ ലൂപ്പ് വരച്ചു കേട്ടോ. അതായത് ഒരു ആംപീരിയൻ ലൂപ്പ് എടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ പെടുന്ന പോയിൻ്റാണ് പി. ഒരു കറണ്ട് ഐ ഒഴുകുന്നു. റൈറ്റ്. അപ്പോൾ നമ്മളെങ്ങനെ ആംപിയർ ഇക്വേഷൻ എഴുതുക, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. ഇനി നമുക്ക് ബി കോൺസ്റ്റൻ്റ് ആണല്ലേ, ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എന്ന് പറയാം. റൈറ്റ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ആംപീരിയൻ ലൂപ്പാണ്, 6 റേഡിയസ് ഉള്ള ആംപീരിയൻ ലൂപ്പ് അല്ലേ. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ്, മൊത്തം സർക്കംഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2πr ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. സോറി. അപ്പോൾ മ്യൂ നോട്ട് ഐ ബൈ 2πr ആണ് ഇവിടെ വരുന്നത് അല്ലേ. ക്ലിയർ ആവുണ്ടാവും. സിമ്പിൾ അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അല്ലടോ. ഇനി അയാൾ പറയുന്നത് നമ്മളൊന്ന് കണ്ടീഷനൊന്നും മാറ്റാൻ പോവാം. നമ്മൾ പി എന്ന പോയിൻ്റ് തന്നെയാണ് കൺസിഡർ ചെയ്യാൻ പോണേ, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് കണക്ട് ചെയ്യാൻ പോണേ. റൈറ്റ്. പക്ഷേ ഞാൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ലൂപ്പ് ഒന്ന് മാറ്റി വരിക്കുക. അതായത് ഒരു 3D ആയിട്ട് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു കലമാണോ വെച്ചിരിക്കുക. ആ കലത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഒരു കപ്പാസിറ്റർ ബാറും ആ കലത്തിൻ്റെ ഓപ്പണിംഗ് ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കലത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ നമ്മുടെ പി ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ലൂപ്പാണ് എടുത്തത്. അത് 3D ആയിട്ട് എടുക്കണം. റൈറ്റ്. സോ ദാറ്റ് ലൂപ്പ് ഹാസ് പി ഇൻസൈഡ് ഇറ്റ്, ബട്ട് ദാറ്റ് ലൂപ്പ് ഓൾസോ ഹാസ് വൺ പ്ലേറ്റ്. റൈറ്റ്. അപ്പോൾ ഒരു ബോക്സ് ആയിട്ടാണ് അല്ലേ, വിത്ത് an ഓപ്പൺ ലിഡായിട്ടാണ് നമുക്കിത് തോന്നുന്നത്. ഇത്രയും ക്ലിയർ ആയ. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എടുക്കുമ്പോൾ ഏത് ഇക്വേഷൻ എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കണം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹൗ മച്ച് വിൽ ബി ദ കറണ്ട് ഇൻസൈഡ്. റൈറ്റ്. അപ്പോൾ ആംപീരിയൻ ലൂപ്പ് ആവണമെന്ന് ഓർമ്മ ഉണ്ടോ, ഞാൻ പറഞ്ഞു വട്ടം തന്നെ ആവണമെന്നില്ല, ഒരു എൻക്ലോസ്ഡ് സർഫസ് ആവണമെന്നേ ഉള്ളൂ. ക്ലിയർ. റൈറ്റ്. അപ്പോൾ സോ ഹൗ വിൽ യു സോൾവ്. അപ്പോൾ സെയിം ആംപീരിയൻ ഇക്വേഷൻ എഴുതി, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. റൈറ്റ്. ദാറ്റ് ഈസ് ബി ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ സെയിം. റൈറ്റ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇങ്ങനെ ഫർദർ ഇക്വേഷൻ പോകും. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ആംപീരിയൻ ലൂപ്പിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ആമ്പടോ അതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിലുള്ള ചാർജ് ഇപ്പോൾ 4 എണ്ണമല്ലേ എഴുതിക്കണം, പ്ലസ് ചാർജ് 4 എണ്ണമല്ലോ, ഒഴുകുന്ന ചാർജാണോ അല്ല. അപ്പോൾ കറണ്ട് എന്തായി, 0 ആയി. ഇഷ്ടം 0 ആയി കഴിഞ്ഞാൽ എന്തായി, ബി ഇൻ്റഗ്രൽ ഡി എൽ 0 ആയി. അപ്പോൾ നമുക്കറിയാം ഡി എൽ ഒരിക്കലും 0 ആവില്ല. ഡി എൽ 0 ആയില്ലെങ്കിൽ അപ്പോൾ എന്തായിരിക്കണം 0, ബി ആണ് 0. ലെങ്ത് 0 ആവില്ലല്ലോ, അല്ലെങ്കിൽ സർക്കംഫറൻസിലെ സാധനത്തിന് ഉണ്ട്, അപ്പോൾ ബി ആയിരിക്കും 0. തുടക്കം വന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നിർത്തിയേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയി. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് പോയിൻ്റ് പിയിൽ. സെക്കൻഡ് കണ്ടീഷനിൽ ജസ്റ്റ് ഒരു ആംപിയർ ലൂപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ എന്തായി, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയി. ഒരേ പോയിന്റിൽ 2 തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. പി ശരിക്കും പോയിന്റിൽ എന്താ, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 2πr ആണ് എ കണ്ടീഷൻ. ബിയിൽ വന്നപ്പോൾ എന്തായി, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയി.
അപ്പോൾ ഒരേ പോയിന്റിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒരേ കാരണത്ത് കൂടെ ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ആംബിയൻ ചേട്ടൻ എന്താ പറഞ്ഞത്? എന്ത് ആംബിയൻ ലൂപ്പ് എടുത്താലും അവിടെ ഉണ്ടാവണ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കുന്ന. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആംബിയൻ ലൂപ്പ് എടുക്കേണ്ടി വരും നമ്മൾ. രണ്ട് ഡിഫറെൻറ്റ് ആംബിയൻ ലൂപ്പ് എടുത്തപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ല. അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം എന്തിലുണ്ട്? ആംബീരിയൻ ലൂപ്പിൽ ഉണ്ട്. അത് കറക്റ്റ് ചെയ്യണമെന്ന് മാക്സ്വെൽ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കറക്ഷൻ ചെയ്തു. ആരിനെ? ആംബീരിയൻ സർക്യൂട്ടൽ ലോയിൽ കുറച്ച് മാറ്റങ്ങൾ, തെറ്റല്ല എന്ന് പറഞ്ഞു, അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി, അല്ലേ? സോ അങ്ങനെയാണ് മാക്സ്വെൽസ് കറക്ഷൻ ഓഫ് ആംപീരിയൻ ഓഫ് ആംപീരിയൻ ലൂപ്പ് 2 ആംപീരിയൻ ലൂപ്പ് എങ്ങനെ വെച്ച് നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് മാക്സ്വെൽസ് കറക്ഷൻ എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അല്ലേ ആംബിയറിൻ എന്താ പറഞ്ഞത്? ഏത് സർക്കംഫറൻസ് എടുത്താലും അല്ലെങ്കിൽ ഏത് ലൂപ്പ് എടുത്താലും ഇൻ്റഗ്രൽ ബി ഡി എ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ബി കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയാണ് സിനാറിയോ, അല്ലേ? എങ്ങനെയല്ല എടുത്തത്? കറണ്ട് പോയിൻ്റ് പി എടുത്തു, ബി എത്രയെന്ന് കണ്ടുപിടിച്ച് B1 ആദ്യത്തെ കേസിൽ μ0I/2πr ആയിരുന്നു, അല്ലേ? അപ്പോൾ B2 എന്താ വന്നത്? 0 എന്ന് വന്നു. അപ്പോൾ ഇത് വന്നത് നമുക്ക് ഏത് രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ B2 = 0 എന്ന് വന്നതാണ് വില്ലൻ. എന്തുകൊണ്ടാണ് വന്നത് അങ്ങനെ? നമ്മുടെ അടുത്ത സർക്കംഫറൻസ് ഇങ്ങനെയായിരുന്നു, വിച്ച് ഇൻക്ലൂഡഡ് ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് which had fixed amount of charge. Fixed amount of charge means no current, hence B2 is equal to 0. അപ്പോൾ ആ സിനേറിയോ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം? അപ്പോൾ അവിടെ ഫിക്സഡ് ചാർജാണ്, അവിടെ കറണ്ട് ഇല്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ 0 ആയത്. അപ്പോൾ കറണ്ട് ഉണ്ടെന്ന് വരുത്തേണ്ടി വരും. നിങ്ങൾക്കൊരു ചാൻസ്, ഒരു കാര്യം അറിയണം, സാധാരണ പിള്ളേർ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വരുന്ന ചാർജ് മൂവ് ചെയ്യാതെ എങ്ങനെയാണ്? ചാർജ് ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ കണക്ഷൻ ഒന്നുമില്ലെങ്കിൽ ചാർജ് ഡിസ്ചാർജ് ആകുമല്ലോ, അതായത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുമല്ലോ. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുമ്പോൾ ചാർജ് ഒഴുകുമല്ലോ. ചാർജ് ഒഴുകുന്നുണ്ടെങ്കിൽ അപ്പോൾ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞൂടെ? അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇത് ഇനീഷ്യൽ കണ്ടീഷനിലാണ്, അതായത് ജസ്റ്റ് ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പാസിറ്ററിന് കേട്ടോ. ആ കണ്ടീഷനിലാണ് അത് എക്സ്പെരിമെൻറ്റ് ചെയ്തത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ മാക്സ്വെൽ പറഞ്ഞത് അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരുന്നാലും കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറഞ്ഞേ കേട്ടോ. +2 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? നമുക്കതറിയാം, അല്ലേ? അപ്പോൾ ഇൻസൈഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മാക്സ്വെൽ ഏട്ടൻ പറഞ്ഞു. ഇത്തിരി വലുതാക്കി വരയ്ക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ എക്സ്പ്രഷൻ എന്താ? E = V/d, റൈറ്റ്? V എന്താ? പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ, റൈറ്റ്? D is the distance between them, A is the area of cross section, C is the capacitance of the capacitor. ഇതൊക്കെ നമുക്കറിയണമല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതല്ലേ. അപ്പോൾ വിന് എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ അതും പഠിച്ചിട്ടുണ്ട്, Q/C എന്ന് എഴുതാം, റൈറ്റ്? ഇനി ഇതിനെ E = എന്തെന്ന് എഴുതാം? Q/CD എന്ന് വരും. Q/CD എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിനെ C = എന്തെന്ന് എഴുതാം? A/ε0/d. ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? അപ്പോൾ ഇനി അതും കൊണ്ടുപോയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ D ഒക്കെ ക്യാൻസൽ ആവും. ഇനി ഞാൻ എഴുതണുള്ളൂ കേട്ടോ. ε0 അത് കണ്ടുകൊണ്ട് നേരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ε =Q/A/ε0/d × d ക്യാൻസൽ. അപ്പോൾ E = Q/A/ε0 എന്ന് കിട്ടി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ ഈസ് Q/A/ε0. അതായത് അങ്ങേര് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. എന്ന് എഴുതുന്നത് നമുക്ക് എപ്സിലോൺ ആക്കണ്ട കേട്ടോ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്സിലോണോട്ടൊക്കെ കട്ട് ചെയ്ത് കളയും. ഇലക്ട്രിക് ഫീൽഡ് ആക്കുക, ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ = ഞാൻ പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എഴുതുമ്പോൾ എപ്സിലോൺ ആവുന്നത്. അപ്പോൾ റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ E, അതായിരിക്കും ശരി, റൈറ്റ്? ക്ലിയർ ആവണ്ട? അപ്പോൾ മുകളിൽ ഞാൻ ശരിയാക്കിയിട്ടില്ലേ? വയ്യ, മടി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് = Q/A/ε0, റൈറ്റ്? അപ്പോൾ ഇത്രയും നമുക്ക് ഇക്വേഷൻ അറിയാവുന്നതാണല്ലോ, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് കപ്പാസിറ്ററിൻ്റെ. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പടം വരച്ചിട്ടൊന്ന് ആലോചിക്കാം. പടം വരയ്ക്കുമ്പോൾ ഇത്രയും കൂടി വൃത്തിയിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് Q/A/ε0 അല്ലേ? അപ്പോൾ ഇത് എവിടെ നിന്നറിയാം? ഞാനിവിടെ പോസിറ്റീവ് പ്ലേറ്റ് അല്ലേ, പക്ഷെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാ? ഇല്ല.
അല്ലേ? അപ്പോൾ ഈ അയ്യോ പിന്നെയും ഞാൻ എപ്സിലോണാണല്ലോ എഴുതണത്. ക്യാപിറ്റൽ എ ആക്കിട്ടാ നിങ്ങൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ എ എഴുതിയേ. റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് ഈ സൈഡും ആ സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് അല്ലേ? ലെഫ്റ്റ് ആസ് വെൽ ആസ് റൈറ്റ്. അപ്പോൾ പുറത്ത് ഇലക്ട്രിക് ഫീൽഡില്ല, പക്ഷേ കപ്പാസിറ്ററിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വായുന്ന് ഉണ്ടായതാണോ? അല്ല. ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ആളാരാ? ആ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. വെച്ചാൽ പുറത്തുനിന്ന് എവിടെ ഒന്നും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ലെഫ്റ്റിലും ഇല്ല റൈറ്റിലും ഇല്ല. സോ an electric field has been generated inside the capacitor, റൈറ്റ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്ത് തുടങ്ങും? ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും അല്ലേ? ഇപ്പോൾ കുറച്ച് കഴിഞ്ഞു, തുടക്കത്തെ കാര്യമല്ലേ, ഇനിയിപ്പോൾ കുറച്ചായിട്ട് ചാർജ് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ചാഞ്ചാടും, അല്ലെങ്കിൽ ഐ ക്യാൻ സേ ദ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട്സ് ടു റെഡ്യൂസ് ഓർ ഇറ്റ് ചാൻസ് ടു ചേഞ്ച് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? whenever there is a change in electric field there will be what is known as a flux generation. ആ ഫ്ലക്സിനെ ഫൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പിന്നെ എപ്സിലോൺ എന്ന് എഴുതി. അതൊരു സ്വഭാവമാണ് കേട്ടോ, ഇ ഡോട്ട് എ എന്ന് എഴുതാം. റൈറ്റ്. അപ്പോൾ ഈൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് എഴുതിയിട്ട് എ. അപ്പോൾ എ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതാ? ഗോസ് തിയറം. റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്തു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ. റൈറ്റ്. അപ്പോൾ ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്തു. ആ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് ക്യൂ അല്ലേ? ആ ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? പ്ലസിൻ്റെ സെക്ഷൻ കറണ്ട്, ആ ചാർജ് പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ പ്ലസ് ചാർജ് ഒഴുകുക, പ്ലസ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഒഴുകും നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന്. അപ്പോൾ ഒരു കറണ്ട് വന്നല്ലോ, ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഫ്ലക്സ് എന്തെന്ന് എഴുതിയിട്ടുണ്ട്? ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അപ്പോൾ അവിടെ ക്യൂവിൻ്റെ സ്ഥലത്ത് എന്തെന്ന് എഴുതുക? ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എഴുതി വയ്ക്കുക കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ ഡി ഫൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1 by epsilon naught dq by dt. ഈ dq by dt just before we wrote it as what? Current, right? 1 by epsilon naught current ആണ് എന്ത്? ഇപ്പോൾ d5 by dt എന്ന് കിട്ടി. അപ്പോൾ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. ആരുടെ ഉള്ളിലായി കറണ്ട്? ഇത് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ടാണോ? അല്ല. ഇത് ഈ എക്സ്പ്രഷൻ ഗിവ്സ് ദ കറണ്ട് വിച്ച് ഈസ് ഫ്ലോയിങ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ. ഈ കറണ്ട് ഒഴുകുന്നത് പ്ലേറ്റുകളുടെ ഇടയിലാണ്. ആ പ്ലേറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയണേ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് പ്ലേറ്റ്, റൈറ്റ്? ഡ്യൂ ടു ദിസ് കറണ്ട് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. എന്തുകൊണ്ടാണ്? ഇത് പൊതുവേ ഉണ്ടാവാറില്ല, റൈറ്റ്? ഇതുണ്ടാവുന്നത് ഒരു പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്ററിൻ്റെ ഇടയിലാണ്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. 2021 സിലബസിൽ നിന്ന് ഈ ടോപ്പിക് എടുത്ത് കളഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ പറയണത് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല കേട്ടോ, ബിക്കോസ് നിങ്ങൾക്ക് പിന്നെ സെമി കണ്ടക്ടേഴ്സ് കൊണ്ട് ചാപ്റ്ററിൽ സാധനം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പിന്നെയും എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അതിനേരം നല്ല ഞാനിവിടെ എടുക്കും, റൈറ്റ്? സോ ഐ വിച്ച് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് കേട്ടോ. അതിന് ഐ ഡി എന്നാണ് സഫിക്സ് ആയിട്ട് എഴുതാം. ഇനി അപ്പോൾ നമ്മൾ ആംപീരിയൻ മാക്സ്വെൽ തിയറം അല്ലെങ്കിൽ മാക്സ്വെൽ ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയത് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപീരിയൻ ലോയിൽ മാക്സ്വെൽ കുറച്ച് മാറ്റം വരുത്തിയപ്പോൾ ആ പുതിയ ലോയിൽ മാക്സ്വെലിൻ്റെ പേരും കൂടി ചേർത്തു, റൈറ്റ്? അപ്പോൾ ഉണ്ടാവുന്ന ഇപ്പോൾ പുതിയത്. അപ്പോൾ ശരിക്കും ആംപിയർ സർക്യൂട്ട് ലോ കറക്റ്റാണോ? അല്ല, ഫോൾട്ടിയാണ്. അതിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ആംപിയർ മാക്സ്വെൽ ലോ വന്നത്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ശ്രദ്ധിക്കുക എന്താണെന്ന്. ഇപ്പോൾ 2 ലോസ് ആണുള്ളത്. വൺ ഈസ് ഫ്ലോ ഓഫ് ചാർജസ്. 2 തരത്തിലുള്ള ചാർജുണ്ട്. ആദ്യത്തെയാണ് കണ്ടക്ഷൻ കറണ്ടാണ് ഉണ്ടാക്കുന്നത് ഫ്ലോ ഓഫ് ചാർജസിൽ. സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇതുവരെ നമ്മൾ പഠിച്ച കറണ്ട് എന്താ? അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് എന്നാണ്, റൈറ്റ്? രണ്ടാമത്തെ ഫ്ലോ ഓഫ് ചാർജസ് ഏതിൽ? ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റേഴ്സ്, റൈറ്റ്? അപ്പോൾ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് അതുണ്ടായത്. അപ്പോൾ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടായ കറണ്ടിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഇപ്പോൾ തന്നെ കുറച്ചടുത്ത് എഴുതിയല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന്, റൈറ്റ്? ദിസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കറണ്ടിനെ പഠിക്കുമ്പോൾ കണ്ടക്ഷൻ കറണ്ടാണ്. ഇപ്പം നിങ്ങൾ പുതിയ കറണ്ട് പഠിച്ചത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ടിന് ഞാൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് സം ഓഫ് കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് ഐ ഡി എന്ന് എഴുതും, കണ്ടക്ഷൻ കറണ്ടിന് ഐ സി എന്ന് എഴുതും. ക്ലിയർ ആവുണ്ടോ?
റൈറ്റ്? ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഏതിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്, നമ്മൾ എഴുതാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ ആംപിയർ മാക്സ്വെൽ ലോ അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതണം വേണ്ടേ? അപ്പോൾ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ അല്ലേ? പക്ഷെ ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കറണ്ട് അല്ലേ? ടോട്ടൽ കറണ്ട് ഇപ്പോൾ എന്താ? സം ഓഫ് കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ക്ലിയർ ആവുണ്ടാ? ഇപ്പോൾ തന്നെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇനി എഴുതുക. മ്യൂ നോട്ട് ഐ സി മ്യൂ നോട്ട് ഐ ഡി. ഐ ഡിൻ്റെ സ്ഥലത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ച് നേരത്തെ എഴുതിയിട്ടുണ്ട്. റൈറ്റ്? ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഹിയർ. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യാം? മ്യൂ നോട്ട് ഐ സി പ്ലസ് മ്യൂ നോട്ട് ഐ ഡിയുടെ സ്ഥലത്ത് എന്ത് എഴുതാൻ പോണ്? എപ്സിലോൺ നോട്ട് ഡി ഫൈ ബൈ ടി ടി. റൈറ്റ്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഈ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ. ക്ലിയർ ആവണ്ടാ? അതൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്നാണ് പഠിക്കണം കേട്ടോ. ആകെ ഈ സാധനത്തിൽ ഈ എൻ്റയർ ചാപ്റ്ററിൽ ഇച്ചിരിയെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ തലയിൽ കയറ്റേണ്ട സംഭവം ഇത് മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഞാനിതിനെ നമുക്ക് കുറച്ചും കൂടി പിക്ടോറിയലായിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതായിരിക്കും എളുപ്പം. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പടം വരയ്ക്കായിരിക്കും നല്ല മാർക്ക് കിട്ടാൻ നല്ലത് കേട്ടല്ലോ. ബോർഡ് എക്സാമിലൊക്കെ പ്രസൻറ്റേഷൻ വളരെ നല്ലതാണ് കേട്ടോ, ബയോളജിയിൽ മാത്രമല്ല. അപ്പോൾ കപ്പാസിറ്റർ ഞാൻ വെച്ചു. റൈറ്റ്? കറണ്ട് വന്നല്ലോ. ഈ കറണ്ടിന് ഐ സി എന്ന് പറയും അല്ലേ? കണ്ടക്ഷൻ കറണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒഴുകണ കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയും. റൈറ്റ്? അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് 0 ആയിരിക്കും. കണ്ടീഷൻസ് ആണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഐ സി മാക്സിമം ആവണമെന്നില്ല. പക്ഷേ ആ സമയത്ത് ഉണ്ടാകാൻ പോണത് നമ്മുടെ എന്താണ് കണ്ടക്ഷൻ കറണ്ടാണ്. അപ്പോൾ അതേമാതിരി എന്തുണ്ടാവും? ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അത് ഡൈനാമിക് എന്ന് പറയാം. ആ സമയത്ത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവും. 0 ആയിരിക്കില്ല. മാക്സിമം ആവണം മിനിമം ആവണമെന്നില്ല കേട്ടല്ലോ. ആ സമയത്ത് കണ്ടക്ഷൻ കറണ്ട് നല്ലോണം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കണ്ടക്ഷൻ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കണം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഡൈനാമിക് ആയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കണ്ടീഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നോട്ട് ഈക്വൽ ടു 0. വേറെ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് 0. ക്ലിയർ ആവണ്ടാ? ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം നമുക്ക്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്, അപ്പോൾ നമ്മളോട് ഈ പഴയ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയാണ്? പിയിലെ ഇത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പിക്ചർ, അവിടെ ഒരു ആംബിയർ ലൂപ്പ് കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എഴുതുമ്പോൾ ഇത് എഴുതാത്തത് എന്താ സാധനം? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതണം? മ്യൂ നോട്ട് ഐ. അവിടെ ഐ ആണോ ഐ സി ആണോ ഐ ഡി ആണോ എഴുതുക? ഐ സി. അവിടെ കറണ്ട് ഒഴുകണം എന്താ? ഐ സി കണ്ടക്ഷൻ കറണ്ടാണ്. റൈറ്റ്? അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ സി ബൈ 2πr, വെർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ ആംപീരിയൻ ലൂപ്പ്. സെക്കൻഡ് എക്സാമ്പിൾ എവിടെയായിരുന്നു? ഇതായിരുന്നു അല്ലേ? അപ്പോൾ ആംപീരിയൻ ലൂപ്പ് ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ പി ആ കുഴീൻ്റെ ഉള്ളിലാണ്. റൈറ്റ്? പിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ചാർജ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ അല്ലേ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ മ്യൂ നോട്ട്, അവിടെ എന്താ എഴുതണ്ടേ? കറണ്ട് എന്താ അവിടെ വരുന്നത്? ഐ ഡി, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇൻസൈഡ് ദ കപ്പാസിറ്റർ. റൈറ്റ്? അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ഡി ബൈ 2πr. അപ്പോൾ രണ്ട് ഇക്വേഷനും ഏതാണ്ട് സിമിലർമാരി ഇരിക്കുന്നുണ്ടല്ലോ. ചില കണ്ടീഷൻസിൽ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ സെയിം ആവാൻ ചാൻസ് ഉണ്ട്. വാല്യൂടെ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആവണ്ട? ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒക്കറൻസ് ഒരുമിച്ചാണ് അല്ലേ? ഇപ്പോൾ നോക്കിയ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് വന്നു ബി. ക്ലിയർ? മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? മാക്സ്വെൽസ് ഇക്വേഷനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ തലവൻ. ഇത് പഠിക്കാണ്ട് നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലേക്ക് പോകാമെന്ന് സ്വപ്നം കാണണ്ട കേട്ടില്ല. എന്നാൽ ഇത് എളുപ്പമുള്ളതാണ്. പേര് മാക്സ്വെൽസ് ഇക്വേഷൻ ആണെങ്കിലും ഇതിലാകെ ഒരു ഇക്വേഷൻ മാത്രം മാക്സ്വെൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഒരുമിച്ച് വരിക, അല്ലെങ്കിൽ വി ക്യാൻ സേ രണ്ട് ടൈപ്പ് സയൻറ്റിഫിക് സ്റ്റഡീസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ രണ്ട് ടൈപ്പ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്റ്റഡിയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്റ്റഡിയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും കൂട്ടി 4 ഇക്വേഷൻസ് കൂട്ടിയിട്ടാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലത്തെയാണ്.
ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ഇതെന്തായിരുന്നു നമ്മുടെ ഗോസ് തിയറം അല്ലെങ്കിൽ ഗോസ് ലോ. റൈറ്റ്, ഇത് നമുക്കറിയണമല്ലേ. റൈറ്റ്, ഇനി അതേമാതിരി സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. ഇതും എന്തായിരുന്നു? ഗോസ് തിയറം. ഇതിൽ നമ്മുടെ മാഗ്നറ്റിസത്തിൽ. റൈറ്റ്, ഇനി അതേമാതിരി ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്തായിരിക്കും? മൈനസ് ഡി ഫൈവ് ബൈ ടി ടി. റൈറ്റ്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇനി അതേമാതിരി ഫോർത്ത് ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഏതായിരുന്നു? നമ്മളിപ്പോൾ തന്നെ പഠിച്ചത് മാക്സ്വെൽസ് അല്ലെങ്കിൽ ആംപിയർ മാക്സ്വെൽസ് ഇക്വേഷൻ. അതാണ് ലാസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇക്വേഷൻ മാത്രമേ നമ്മുടെ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ? നമ്മുടെ മാക്സ്വെൽ ഏട്ടൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ 5 അല്ലെങ്കിൽ മ്യൂ നോട്ട് ഐ സി പ്ലസ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ഡി ഫൈവ് ബൈ ഡി ടി. ക്ലിയർ ആവണ്ട? സിമ്പിളല്ലേ? റൈറ്റ്, ഇനി ഇത്രയും 4 ഇക്വേഷൻസിനെ ഒരുമിച്ച് പറഞ്ഞാണത് മാക്സ്വെൽസ് ഇക്വേഷൻ. അങ്ങനെ തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. കേട്ടല്ലോ? അത്രയ്ക്ക് മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി ചാപ്റ്ററിൽ നിന്ന്. അല്ലേ? ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് പറയാനുള്ളത്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട്. അതായത് ഇത് പഠിച്ചു വെച്ചിരിക്കുക. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട്. ഇപ്പം മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? പെർമിയബിലിറ്റിയും എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. രണ്ടും ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയറിൻ്റെയാണ് കണ്ടീഷൻ. ഈ ഇക്വേഷൻസ് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേട്ടല്ലോ? നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകാമല്ലോ. ന്യൂമറിക്കൽ പ്രോബ്ലം തനിയൊന്നും വായിച്ചു നോക്കാം കേട്ടോ. ഇൻ an electromagnetic wave in free space, the root mean square value of electric field ERMS is equal to 6 volt per meter. The peak value of magnetic field is. അപ്പോൾ ഇ ആർ എം എസ് നമുക്ക് തന്നിട്ടുണ്ട് 6 വോൾട്ട് പെർ മീറ്റർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇ ബൈ ബി ഇസ് ഈക്വൽ ടു സി എന്നത് കത്തിയിട്ടുണ്ടോ? റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇത് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കേട്ടോ. ഈ ചാപ്റ്ററിലല്ലേ നമ്മുടെ വെലോസിറ്റി സെലക്ടർ എന്നൊക്കെ പറഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇ ആർ എം എസ് ബൈ ബി ആർ എം എസ് എന്ത് തന്നെ ആയിരിക്കണം? സി ആയിരിക്കണം അല്ലേ? റൈറ്റ്, അപ്പോൾ ബി ആർ എം എസ് എന്തെന്ന് എഴുതാം? ഇ ആർ എം എസ് ബൈ സി അല്ലേ? സുഖമുള്ളടോ. അപ്പോൾ നമുക്ക് ഇ ആർ എം എസ് ഉണ്ടല്ലോ. സീൻ്റെ വാല്യൂ അറിയോ? ബ്രാക്കറ്റിൽ ചില സമയത്ത് പരീക്ഷ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇ ആർ എം എസ് വാല്യൂവിൽ അല്ലെങ്കിൽ ബി ആർ എം എസ് എടുക്കണമെങ്കിൽ ബി നോട്ട് ബൈ √2 അറിയണം. വേണ്ടേ? അപ്പോൾ ബി നോട്ട് ഇസ് ഈക്വൽ ടു √2 ബി ആർ എം എസ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ √2 ബി ആർ എം എസിന് പകരം ഞാൻ മൊത്തത്തെ വാല്യൂ ഇടാണ് ഇ ആർ എം എസ് ബൈ സി എന്ന് എഴുതുക. സോ ബി നോട്ട് ദാറ്റ് ഇസ് പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു √2 ടൈംസ് ഇ ആർ എം എസ് ബൈ വെലോസിറ്റി. അപ്പോൾ ഇ ആർ എം എസിൻ്റെ സ്ഥലത്ത് 6 ഇട്ടു, സിൻ്റെ അവിടെ 3 × 10⁸ ഇട്ടു. അപ്പോൾ ഇനി കാൽക്കുലേഷൻസ് തനിയെ ചെയ്യുക. യു വിൽ ഗെറ്റ് 2 √2 10⁻⁸. അപ്പോൾ 2.144 എന്ന് ഇട്ടിട്ട് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യും. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ കറക്റ്റ് വാല്യൂ ആണ് എടുക്കണം അല്ലേ? അപ്പോൾ 2.828 × 10⁻⁸ എന്ന് നമുക്ക് ടെസ്ല എന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എൻലാർജ് ചെയ്യണമല്ലോ. ഏത് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? 3rd ക്വസ്റ്റ്യൻ ചെയ്യാം. കാണുന്നുണ്ടോന്ന് വിചാരിക്കണേ. കാണാത്ത ഞാൻ വായിക്കാട്ടാ. റേഡിയേഷൻ എനർജി ഇ ഫോൾസ് നോർമലി ഓൺ പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ്. ദ മൊമെൻറ്റം ട്രാൻസ്ഫർ ടു ദ സർഫസ്. സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. മൊമെൻറ്റം എന്നൊക്കെ കേട്ടിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണ മാതിരി ആവരുത്തിട്ടാ. ഇത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട് വിചാരിക്കുക. ഇവിടെ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്, അതിനെ റിഫ്ലക്റ്റഡ് ബാക്കാവും അല്ലേ? റേഡിയേഷൻ അല്ലേ? റൈറ്റ്, അപ്പോൾ ഇൻസിഡൻ്റ് ആവുമ്പോൾ ലെസ് വെലോസിറ്റി സി ആണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ -c ആവുന്നുള്ള കോൺസെപ്റ്റ് വെക്ടറിൽ പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ്, അപ്പോൾ താഴേക്കൊരു ഇൻസിഡൻറ്റ് എനർജി വരുന്നുണ്ട്. അത് E = mc² എന്ന് എഴുതാം അല്ല? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ C × C എഴുതാണെങ്കിൽ വാട്ട് ഇസ് mc? ഇറ്റ് ഈസ് P × C അല്ലേ? mc എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് മൊമെൻറ്റം. മൊമെൻറ്റത്തിന് P എന്നാണ് എഴുതുക. അപ്പോൾ മൊമെൻറ്റത്തിന് എനിക്ക് എന്ത് എഴുതാം? E/c എന്ന് എഴുതാം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, അപ്പോൾ ഇനി ഈ കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ താഴേക്ക് വരുന്ന മൊമെൻറ്റം E/c ആണെന്ന് വിചാരിക്കാം. അപ്പോൾ മുകളിലേക്ക് പോകുന്നത് മൊമെൻറ്റം എന്തായിരിക്കും? -E/c. അതായത് ഫസ്റ്റ് മൊമെൻറ്റം P1 = E/c. സോ ദ മൊമെൻറ്റം വിച്ച് ഈസ് ഗോയിങ് ബാക്ക് ഇറ്റ് വിൽ ബി -E/c എന്നോട് വെലോസിറ്റി അവിടെ സിയും പിന്നെ -c ആയി.
അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ മൈനസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ P2 അല്ലെങ്കിൽ P1 മൈനസ് P2 എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, E/c മൈനസ് ഓഫ് മൈനസ് ബൈ EC, യു വിൽ ഗെറ്റ് 2E/c. ക്ലിയർ? അപ്പോൾ ഇതാണ്, ഇത്രയും ആണ് മൊമെൻറ്റം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണുന്നത്. റൈറ്റ്? ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, അത് തന്നെ രക്ഷപ്പെട്ടു. മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിട്ടുള്ളത്, ഡയറക്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ മൈനസ് എന്ന് എടുക്കണം കേട്ടോ. ക്ലിയർ? ബിക്കോസ് യൂഷ്വലി ഇറ്റ് ഇസ് P2 മൈനസ് P1. ക്ലിയർ ആയ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നാലാമത്തെ ചെയ്യാം. ലൈറ്റ് വിത്ത് an energy flux of 25 into 10 to power 4 Weber per meter squared falls on a perfectly reflecting surface at normal. നോർമൽ ഇൻസിഡൻസ് പിന്നെ എന്തുവാ, ഞാൻ അത് മാറ്റിയില്ല. ഇഫ് ദ സർഫസ് ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ദ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ എഴുതുമ്പോൾ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ വെലോസിറ്റി അറിയണം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പവർ ബൈ വെലോസിറ്റി. നമുക്ക് തന്നിട്ടുള്ള പവർ പെർ യൂണിറ്റ് ഏരിയ, അതാണ് എനർജി ഫ്ലക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററിന് എനിക്ക് എന്തായിട്ട് എഴുതാം, പവർ ബൈ ഏരിയ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം ഇല്ലേ. അപ്പോൾ ഏരിയ കട്ടായി പോവില്ലേ. അപ്പോൾ പവർ ബൈ ഏരിയ ഇൻറ്റു ഏരിയ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഇവിടെ ആവശ്യം അല്ലേ. ലൈറ്റിൻ്റെ കേസിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്തായി മാറും, C ആയിട്ട് മാറും. ക്ലിയർ ആവുണ്ട്? മുകളിലത്തെ ന്യൂമറേറ്റർ നമ്മളായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയേ, ഒരു റേ ഇൻസിഡൻ്റ് ആവണം, പിന്നെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കിയേ അവിടെ വരുന്നത് ചേഞ്ച് എന്താ വരുന്നത്, 2 പ്രാവശ്യം പവർ എക്സെർട്ട് ചെയ്യണം. ഒരെണ്ണം താഴോട്ടും ഒരെണ്ണം മുകളിലോട്ടും. അപ്പോൾ ട്വൈസ് പവർ വരുമ്പോൾ 2P/A ഇൻറ്റു A എന്ന് എഴുതണം കേട്ടല്ലോ. എന്നാൽ ആവറേജ് 2 പ്രാവശ്യം പ്രോസസ്സ് നടക്കണില്ലേ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്റഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗോ ഫോർ ഫർദർ കാൽക്കുലേഷൻ ഗൈസ്. You guys can do it by yourselves, but I will write the answers so that you will get the correct answer. If you check whether you are getting the correct answers by yourself. You're supposed to get 2.5 into 10 to the power minus 6 Newton. Clear ആയാ? റൈറ്റ്. ഇത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അയ്യോ അടിയിലായിപ്പോയി. കൊണ്ടുവരാം, ഇവനെ നീക്കി വയ്ക്കാം. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ. വേണ്ട, ഇവിടെ കൊണ്ടുവരാം. നീക്കുക, വലുതാക്കുക. എന്തുവാടോ പിന്നെയും വരുന്നത്. കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കണ്ടേ. 6th ക്വസ്റ്റ്യനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. Right, what is the 6th question? Electric field associated with an EM wave in vacuum is given by E is equal to I40 cos bracket like KZ minus 6 into 10 to the power 8 T, where E, Z and T are volt per meter and seconds respectively, the value of wave factor. 11ാം ക്ലാസ്സിലെ വേവ് ഇക്വേഷൻ ഓർമ്മേണ്ടിയിരിക്കേണ്ടതാണ്. അതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതാന്നല്ലേ. അപ്പോൾ വേവ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. E is equal to, അത് Y ആവാം X ആവാം. E is equal to I വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, X ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണേ, കോസ് ഒമേഗ ടി മൈനസ് KX അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒമേഗേൻ്റെ സ്ഥലത്താണ് എന്ത് എടുക്കണേ, 6 into 10 to the power 8 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കണേ. കെൻ്റെ സ്ഥലത്ത് നമുക്കറിയാം 2ω/c ഉണ്ട്, അല്ലെങ്കിൽ 2π/r പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ ω/c എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് കെ എന്താ എഴുതാം, ω/c അല്ലെങ്കിൽ ω/cൻ്റെ വാല്യൂ എന്തായിട്ട് എഴുതാം, ഒമേഗയുടെ വാല്യൂ ജസ്റ്റ് എഴുത്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ചോദിക്കണേ, അല്ലെങ്കിൽ വേവ് വെക്ടർ അല്ലെങ്കിൽ വേവ് കോൺസ്റ്റൻ്റ് ചോദിക്കണേ. That is 6 into 10 to the power 8 divided by 3 into 10 to the power 8, അതായത് 2m raised to minus 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടും. റൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 2π/rൻ്റെ വാല്യൂ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ളതാണ് K is equal to ω/c എന്ന് പഠിച്ചിട്ടുണ്ടാവുന്നതാണ് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ. റൈറ്റ്, ക്ലിയർ. അപ്പോൾ കെൻ്റെ വാല്യൂ കിട്ടിയല്ലോ. റൈറ്റ്. സോ വേവ് കോൺസ്റ്റൻ്റ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, വേവ് വെക്ടർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. ഇനി ഏതാ ഇതിന് വലുതാക്കാൻ വലിയ വഴിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മുടെ ട്രാൻസ്ഫോമർ ആൻഡ് LC ഓസിലേഷൻ്റെ LCR സർക്യൂട്ടിൻ്റെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. റൈറ്റ്. പക്ഷേ ട്രാൻസ്ഫോമർ സെക്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ അധികം ചെയ്തിട്ടില്ല. റൈറ്റ്. അപ്പോൾ ട്രാൻസ്ഫോമർ ക്വസ്റ്റ്യൻസും കൂടി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം.
ടഫർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സെക്ഷനിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ട്രാൻസ്ഫോമർ ഹാവിങ് എഫിഷ്യൻസി 90% ഇസ് വർക്കിംഗ് ഓൺ 200 volt ആൻഡ് 3 kW പവർ സപ്ലൈ. If the current in the secondary coil is 6 ampere, the voltage across അല്ലേ സെക്കൻഡറി കോയിലും കറണ്ട് ഇൻ ദ പ്രൈമറി കോയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഇൻ ദ സെക്കൻഡറി ഡിവൈഡഡ് ബൈ പവർ ഇൻ ദ പ്രൈമറി. അപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറിയിൽ തരാത്തുള്ളൂ, ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി 90% എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.9 ആണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും? ഐ ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് VS, റൈറ്റ്. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ VS കണ്ടുപിടിച്ചിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കേണ്ടതേ, റൈറ്റ്. അപ്പോൾ VS × 6 അല്ലേ, അതല്ലേ നമുക്ക് സെക്കൻഡറി കറണ്ടായിട്ട് തന്നിട്ടുള്ള ഡിവൈഡഡ് ബൈ 3 × 10⁻³ റൈറ്റ്. അപ്പോൾ നമുക്ക് VSൻ്റെ വാല്യൂ വിൽ ബി അറൗണ്ട് ഹൗ മച്ച് യു വിൽ ഗെറ്റ് 450 volt. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കിട്ടിയല്ലോ. ഇനി നമുക്ക് കിട്ടേണ്ടത് പ്രൈമറി കറണ്ടാണ് അല്ലേ. പ്രൈമറി കറണ്ട് നോക്കിയാൽ VP/IP = നമുക്ക് 300 volt അല്ലേ, 300 watt അല്ലേ, 3000 സോറി അല്ലേ അല്ലേ. അതല്ലേ നമുക്ക് പവർ അക്രോസ് പ്രൈമറി തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നിട്ടുണ്ടെങ്കിൽ VP തന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് കുറച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. 3000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അക്രോസ് പ്രൈമറി. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ ഹൗ മച്ച് ഇസ് പ്രൈമറി ഗിവൻ ഗൈസ് ഡിവൈഡഡ് ബൈ 200 വരും. അപ്പോൾ 15 ആംപിയർ നിങ്ങൾക്ക് പ്രൈമറിയിലെ കറണ്ട് കിട്ടും. ക്ലിയർ ആയ? ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ട്രാൻസ്ഫോമറിൽ തന്നെ ഏതോ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? വരച്ചത് അവിടെ ഒരു വരയായിപ്പോയി. നമുക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം? 2. The primary of a transformer when connected to a DC battery of 10 volt draws a current of 1 milliampere. The number of turns in the primary and the secondary windings are 50 and 100 respectively. The voltage in the secondary and the current drawn by the circuit in the secondary are respectively. അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ കറണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? DC ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ 10 വോൾട്ടാണ് അതിൽ നിന്ന് ഡ്രോ ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അതിൽ കറണ്ട് എത്രയാണ്? 1 മില്ലി ആംപിയർ എന്ന് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയുടെയും സെക്കൻഡറിയും തന്നിട്ടുണ്ട്. 50ഉം 100ഉം വീതമായിട്ട് തന്നിട്ടുണ്ട്. പ്രൈമറിയിൽ 50ഉം 100 സെക്കൻഡറി. അപ്പോൾ ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് വരുന്നത് ആലോചിച്ച് നോക്കിയാൽ ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ക്ലിയർ? അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാൻസ്ഫോമർ എസെൻഷ്യലി ഒരു AC ഡിവൈസാണ് അല്ലേ. DC കൊടുത്തിട്ട് വല്ല മ്യൂച്വൽ ഇൻഡക്ഷൻ വല്ലതും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവിടെ സെക്കൻഡറിയിൽ എന്തെങ്കിലും വോൾട്ടേജോ അല്ലെങ്കിൽ EMF ജനറേറ്റ് ആവുമോ? ഇല്ല. സോ EMF is 0. ഇഫ് ദർ ഇസ് EMF is 0 ഒബ്വിയസ്ലി അവിടെ കറണ്ട് ഒഴുകില്ല. അപ്പോൾ അവിടുത്തെ സെക്കൻഡറി കറണ്ട് എന്തായിരിക്കും? 0. അപ്പം രാമായണമായിട്ട് വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ഉത്തരം എന്താ? 0. റൈറ്റ്? ക്ലിയർ ആവുണ്ടാ? റൈറ്റ്. സോ ദി EMF is also 0 and the current as well as. ക്ലിയർ? ഒരു വാല്യൂ ഇട്ട് തരാണ് കേട്ടോ. നമുക്ക് തരുന്നത് V2/V1 ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8 I1/I2 എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളോട് പറയുക ഇതിൽ നിന്ന് I1 അങ്ങോട്ട് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് V1ൻ്റെ വാല്യൂ തരാം എന്നൊക്കെ തന്നിട്ട് V1 I2 V2ൻ്റെ ഒക്കെ വാല്യൂ തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ലൈക്ക് ദിസ്. അപ്പോൾ 80% എഫിഷ്യൻസി ആണെന്ന് അർത്ഥം അല്ലെ. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. സപ്പോസ് വോൾട്ടേജ് V1 220, I2 നിങ്ങൾക്ക് 2 ആംപിയർ തന്നിട്ടുണ്ട്, V2 നിങ്ങൾക്ക് 440 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ I1 ഇനി കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ട്രാൻസ്ഫോമറിൽ വരിക കേട്ടോ. അപ്പോൾ അധികം പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ AC ചാപ്റ്ററിൽ ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ അധികം ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ്. സോ I1 = V2 I2 ഡിവൈഡ് ബൈ V1 × 1/0.8 എന്ന് വരും. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 8/10 എന്ന് എഴുതുമ്പോൾ 10/8 എന്ന് വരും കേട്ടോ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, തെറ്റൊന്നുമില്ല കേട്ടോ. റൈറ്റ്. അല്ലെങ്കിൽ 0.8 തന്നെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, തെറ്റൊന്നുമില്ല. റൈറ്റ്. സോ പിന്നെ നിങ്ങൾക്ക് I1ൻ്റെ വാല്യൂ കാൽക്കുലേഷന് ശേഷം നല്ല ഭംഗിയുള്ളൊരു 5 ആംപിയർന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതിങ്ങനത്തെ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടത് നീറ്റിലെ ഒരു പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആയി? ഇനി നമുക്ക് അതേമാതിരി വേറെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഏതാ വേണ്ടേ? ഇനിയുള്ള പ്രോബ്ലം സെക്ഷൻ നെക്സ്റ്റ് കട്ടിങ്സിലായിട്ട് നമുക്ക് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അതേമാതിരി ഇനി ലാസ്റ്റ് ഹാഫ് ആൻ അവർ വീഡിയോസ് നമുക്ക് നിങ്ങൾ നെക്സ്റ്റ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ EF വേവ്സും ACയും ഒരൊറ്റ സെക്ഷനായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അപ്പോൾ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ വിൽ ഡു സം പ്രോബ്ലംസ് ഓഫ് ബോത്ത് AC ആസ് വെൽ ആസ് EM വേവ്സ്. അതൊരു കോമ്പൈൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞ എല്ലാവരും ഇത് EM വേവ്സ് ഇതാണോ AC ഇതാണോ? ക്ലിയർ ആവുണ്ടാ?